അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കമൻ്റായിട്ടൊക്കെ പലരും ചോദിച്ചു, ചേട്ടാ ഹൃദയപൂർവ്വത്തിൻ്റെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഓണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അതുമല്ല, ഇരുന്ന് നമ്മൾ വീഡിയോ ചെയ്യേണ്ട ഇച്ചിരി ടൈമൊക്കെ എടുക്കും. അതുകൊണ്ട് നമ്മൾ തിരക്ക് കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പം ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ കേരള കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രമായി 35 കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ഇതിൻ്റെ മുടക്കുമുതൽ തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 40 കോടിക്ക് മുകളിലേക്ക് കേരളത്തിൽ നിന്ന് മാത്രമായി ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ ഉയരാൻ സാധ്യതയുണ്ട്. വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഓണാവധി കഴിഞ്ഞിട്ടും ഈ ചിത്രത്തിൻ്റെതായ 10,000 ടിക്കറ്റോളം മണിക്കൂർ വിറ്റ് പോകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം ചിത്രം ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ടും 2,000 ടിക്കറ്റൊക്കെ മണിക്കൂർ വിറ്റ് പോകുന്നു. അപ്പം കളക്ഷൻ നോക്കുവാണെങ്കിൽ ഏകദേശം 1 കോടി രൂപ, 90 ലക്ഷം 1 കോടി റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും കളക്ഷൻ നേടുന്നത്. അപ്പോൾ ഏകദേശം 40 കോടിക്ക് മുകളിൽ ഈ ചിത്രം കേരളത്തിൽ നിന്ന് നേടും എന്നുള്ളതാണ് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത്. അത് എത്ര വരെ പോകും എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഇപ്പം 35 കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്തത്. തിങ്കളാഴ്ച വരെയുള്ള കളക്ഷൻ മാത്രമേ ഔദ്യോഗികമായിട്ട് വന്നിട്ടുള്ളൂ. ഫിഫയിൽ നിന്ന് ഈ ചിത്രം നേടിയിരിക്കുന്നത് 27 കോടി 15 ലക്ഷം രൂപയാണ്. ഇന്ത്യയിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്ത് 35 കോടി 85 ലക്ഷം രൂപയാണ്. അങ്ങനെ തിങ്കളാഴ്ച വരെ ഇത് 63 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വ, ബുധൻ, വ്യാഴം. അപ്പോൾ ഏകദേശം 70 കോടി രൂപയ്ക്ക് അടുത്തെങ്കിലും 65-നും 70 കോടിക്കും ഉള്ളിലായിരിക്കും ഇതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് ഏകദേശം ഉറപ്പാക്കാം. പക്ഷേ ഒരു 75-80 റേഞ്ചിലേക്ക് ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് അവധി ദിനങ്ങളാണ്. അപ്പം പലരും ഇതിനകത്ത് ഇരുന്ന് നമ്മുടെ വീഡിയോയ്ക്കകത്ത് വരെ വന്ന് കമൻ്റ് ഇടുന്ന കണ്ടു. ഇത് ഓണം വരെയൊക്കെ കാണത്തുള്ളൂ, ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൂച്ച പോലും കാണത്തില്ല എന്നൊക്കെ പലരും കമൻ്റ് ഇടുന്നത് കണ്ടു. അപ്പം പൂച്ചയല്ല, മനുഷ്യതരമുണ്ട് ഇപ്പോഴും ചിത്രം കാണാൻ. ഏകദേശം മണിക്കൂറിൽ ഏകദേശം 2,000 ടിക്കറ്റോളം ഈ വർക്കിംഗ് ഡേയിലും ഈ ചിത്രം വിറ്റ് മാറുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു കുടുംബ ചിത്രമാണ്. അപ്പം ഹൃദയപൂർവ്വത്തെ സംബന്ധിച്ച് വേറെ ഒരു റെക്കോർഡ് കൂടി വരുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഇതുക്കും മേലെ വെക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വെച്ചോ. 2024 സംബന്ധിച്ച്, ലാലേട്ടനെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട കൊല്ലമായിരുന്നു. 2025 ലാലേട്ടൻ തകർത്തു വരുന്നതാണ് കണ്ടത്. ലാലേട്ടൻ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ആണ് കണ്ടത്. എമ്പുരാനിൽ തുടങ്ങി ചോട്ടാ ബോംബെ റിലീഫ് വന്നു. അതിനുശേഷം തുടരും, പിന്നെ ഹൃദയപൂർവ്വം. ഈ ചിത്രങ്ങളെല്ലാം വമ്പൻ കളക്ഷൻ നേടി. 2 പരസ്യങ്ങളിൽ അഭിനയിച്ചു, അതും സൂപ്പർ മെഗാഹിറ്റായി മാറി. അപ്പോൾ അതിനിടയിൽ 2025 ഏറ്റവും കൂടിയ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചിത്രം 50 കോടിക്ക് മുകളിൽ നേടിയത് മാത്രമേ നമ്മൾ ഇതിനകത്ത് പെടുത്തിയിട്ടുള്ളൂ. നമുക്കിപ്പോൾ 50 കോടി, ഇനിയും കുറച്ച്, എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോൾ 100 കോടിയെ പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ആ ലെവലിലാണ് മലയാള സിനിമ മാറിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം 50 കോടി നേടിയ ചിത്രങ്ങളുടെ ഗണം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, കുഞ്ചാക്കോ ബോബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രമായിരുന്നു 54 കോടി 25 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം നേടിയത്. മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് രേഖാചിത്രം. 57 കോടി 30 ലക്ഷമാണ് ഈ ചിത്രം ആസിഫ് അലി നായകനായ ചിത്രം നേടിയത്. ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രം 64 കോടി 50 ലക്ഷം രൂപയാണ് ഈ ചിത്രം നേടിയത്. ഇപ്പം നമ്മൾ ആ ചാർട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ, 1ാം സ്ഥാനത്ത് വേൾഡ് വൈഡായിട്ട് 1ാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്ന എമ്പുരാനാണ്. 269 കോടിയുള്ള 68.5 കോടി നേടി എമ്പുരാനാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2ാം സ്ഥാനത്ത് 2025 തുടരും തന്നെയാണ്. ഏകദേശം 238-39 കോടിയാണ് അതിൻ്റെ കളക്ഷൻ. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പം ലോകയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ആ ചിത്രം വമ്പൻ രീതിയിലുള്ള കളക്ഷനുമായിട്ട് മുന്നേറുന്ന ചിത്രമാണ്. ഇത് എമ്പുരാൻ്റെ റെക്കോർഡ് തകർക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല.
ഇപ്പോഴും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 215 കോടി രൂപയോളമാണ് ഈ ചിത്രം ഇന്നലെ വരെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനിയുമുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിനെപ്പറ്റി വേറെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ 215 ഏകദേശം 250 കോടി തകർക്കും എന്നുള്ള ഏകദേശം ഉറപ്പാണ്. ഈ 3 ചിത്രങ്ങളാണ് 200 കോടിക്ക് മുകളിൽ നേടിയത്. അതിനുശേഷം 50 കോടിക്ക് മുകളിൽ നിൽക്കുന്ന ചിത്രങ്ങളുടെ 4ാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അത് ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ്. ഏകദേശം 68-70 കോടിയിലേക്ക് ഈ ചിത്രം ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിത്രങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ലോകം 1ാം സ്ഥാനത്ത് എത്തിക്കോട്ടെ, 2ാം സ്ഥാനത്ത് 3ാം എത്തിക്കോട്ടെ, പക്ഷേ ഈ 2025 ഇറങ്ങിയ ചിത്രങ്ങളുടെ ഗണമെടുത്ത് പരിശോധിച്ചാൽ ടോപ്പ് 4 എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ചിത്രങ്ങളും ലാലേട്ടൻ്റെ ചിത്രമാണ്. അപ്പോൾ ആ ഗണത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 4 എടുത്തു കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് എമ്പുരാൻ, 2ാം സ്ഥാനത്ത് തുടരും, 3ാം സ്ഥാനത്ത് ലോക, 4ാം സ്ഥാനത്ത് ഹൃദയപൂർവ്വം, 5ാം സ്ഥാനത്ത് ആലപ്പുഴ ജിംഖാന, പിന്നെ രേഖാചിത്രവും ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇത് 50 കോടിക്ക് മുകളിൽ നേടിയ ചിത്രങ്ങളുടെ ഗണമാണ്. ബാക്കിയുള്ളതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. ഏതായാലും 2025 ഈ 3 ചിത്രങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒറ്റ ചിത്രമേ ഉള്ളൂ, ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം. അപ്പം പലരും ഊറ്റം കൊള്ളുന്നുണ്ട്, എമ്പുരാനെ ഇപ്പം പൊട്ടിക്കും, തുടരുവിനെ പൊട്ടിക്കും എന്നൊക്കെയുള്ളത്. പക്ഷെ ആദ്യമേ ഇതൊന്ന് പരിശോധിക്കുക, ഇത് കാണുക, കണ്ണു തുറന്ന് കാണുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും ടോപ്പ് 4ൻ്റെ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. ഇനിയും മാസങ്ങളുണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒത്തിരി ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ കിടക്കുന്നു. അപ്പം ആ ഗണത്തിലേക്ക് ലാലേട്ടൻ ചിത്രങ്ങളെ മാറ്റി പുതിയ ചിത്രങ്ങൾ വരുവാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോൾ ലോക ചെയ്തതുപോലെ അതിന് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും. ഓക്കെ, ബൈ.